അളിയ മാൾ ഓഫ് തിരുവനന്തപുരം. ട്രാവൻകൂറടാ പൊട്ടാ. മാൾ ഓഫ് ട്രാവൻകൂർ. എനിക്കറിയാം, നിനക്കറിയാം. ടെസ്റ്റ് ചെയ്തോ അളിയ. ഡബിൾ ഡെക്കർ ബസ് അല്ലേ? ലണ്ടൻ ബസ്. ലോകമെമ്പാടുമുള്ള സൂര്യ ടി വി പ്രേക്ഷകരെ, അതുപോലെ തന്നെ നമ്മളെ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുന്നവരെ, this is Mighty Future co-branded by KSFE Harmony Chidigal and special partner by ISSD. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD ൽ പഠിക്കൂ. and happy pickles. ഒരു വണ്ടി നിറയെ 1,05,000 രൂപയുടെ സാധനങ്ങളുമായിട്ട് കേരളത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇതാ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും പത്മനാഭന്റെ ഒരു വിളി. അതെ, അങ്ങനെ നമ്മൾ എത്തി ലാൻഡ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ ആദ്യത്തെ മോളായ മോൾ ഓഫ് ട്രാവൻകൂർ. അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിനു മുമ്പ് നമ്മുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമച്ചേച്ചിയും അതുപോലെ തന്നെ കൃഷ്ണേന്ദു ഉണ്ട്. നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സൂര്യ ടി വി പരമ്പരയായ ചാരുലതയും. അതെ, എങ്ങനെ പോകുന്നു നമ്മുടെ പെയ്തൊഴിയാതെ സീരിയല്? പറ കേക്കട്ടെ. അതിഗംഭീരായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടങ്ങിയത് ഹലോ, ഇത് കെ രാജീവ് പരമ്പരയാണ് കേട്ടോ. നമ്മള് ലോഞ്ച് ചെയ്ത നമുക്കൊന്നും ഒരു വിലയുമില്ല. ആ പോട്ടെ, അപ്പൊ നമുക്ക് നമ്മള് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്ത നമ്മുടെ കണ്ടസ്റ്റൻസിനെ നമുക്ക് തൂക്കിയാലോ? കളറായിട്ട് ഇങ്ങനെ കണ്ടസ്റ്റൻസും പ്രേക്ഷകരും ഒക്കെ കൂടി ഇങ്ങനെ കണ്ണ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു നിൽക്കുക. ചേച്ചി അങ്ങോട്ട് വിളി ചേച്ചി, വരൂ ഒരു കേറി. ഇങ്ങി കേറി പോരാ, അടിച്ച് കേറി വാ. ഇവിടെ നമുക്ക് 5 പേരെ മത്സരിക്കാനുള്ളൂ. 8 പേരുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കൃത്യമായിട്ട് നടക്കത്തുള്ളൂ ടോട്ടൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നവരിൽ നിന്നും ഒരു 3 പേരെ കൂടെ നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 3 പേര് വരൂ. ഞാൻ ഇങ്ങനെ എന്റെ സൈഡിലേക്ക് ആൾക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൂടി 1 2 3 4 അപ്പൊ മൊത്തത്തിൽ 9 പേരുണ്ട്. ഒരാൾക്ക് പോകേണ്ടി വരും. വലിയ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരും ഇല്ല. എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു വിടാൻ നോക്കുന്നോടാ ദുഷ്ടാന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ഇപ്പോൾ ഒരു പാട്ട് ഇവിടെ പ്ലേ ചെയ്യും. ആ പാട്ടിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ ചോദിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നവർക്കായിരിക്കും ഇവിടെ നിൽക്കാനും നമ്മളോടൊപ്പം പങ്കെടുക്കാനുമുള്ള അർഹത ഉണ്ടാവും. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓഡിഷൻസിലൂടെ നമ്മൾ സെലക്ട് ചെയ്തവർക്കായിരിക്കും മുൻഗണന കേട്ടോ. ഡാൻസ് കളിച്ചോ, കൂടെ ആലോചിച്ചോണം. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് ആരാണ്? കൈവക്കിക്കോ. ആദ്യം കൈവക്കിയത് ഇവിടെ ഈ ആ ചെറുക്കൻ വിജയ്. ഞാൻ വിജയ് ദളപതി. കൈപൊക്കിയ നമ്മുടെ കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്ത് ഓൾറെഡി. നിങ്ങൾ കൈപൊക്കിയില്ലേ? നിങ്ങൾക്ക് കൂടെ അവസരം തരാം ഉത്തരം പറയാനായിട്ട്. പറഞ്ഞോ, നിങ്ങൾക്കാണ് പരിഗണന, അതുകൊണ്ടാണ്. വിജയ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. വിജയ് തന്നെ. വിജയ് കറക്റ്റ് ആൻസർ വിജയ് ആണ്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ 1 2 3 പിന്നെ ഇവിടെ 4 പേരാണ്. അപ്പൊ ഇതിൽ ഓഡീഷൻ ചെയ്ത് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇവർ 2 പേരും
ഇവരുണ്ട്. അപ്പൊ നമ്മള് ഈ ഫസ്റ്റ് റൗണ്ടിലേക്ക് ഇവർ രണ്ടുപേരെ സെലക്ട് ചെയ്യാണ്. ഇനി പോകെ പോകെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്, പോരുത് കേട്ടോ. ദിവ്യ പറയൂ, ദിവ്യ എന്ത് ചെയ്യുന്നു? ദിവ്യയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, പറയൂ. ഞാനിപ്പോ LLB ചെയ്യുവാണ്. ഓക്കെ, പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നു. ഓക്കെ, ഒരു സിംഗിൾ പാരന്റ് ആണ്. അടിപൊളി, സൂപ്പർ. ഞാൻ ദിവ്യനെ എവിടെയോ കണ്ട് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ദിവ്യയോട് ചോദിക്കാം, ദിവ്യ ഈ വാർത്തകളിലൊക്കെ വന്ന് ശരിയാണ് ഒരാളാണല്ലോ, എന്താണ് വിഷയം? പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. ഞാനൊരു കല്യാണം കഴിച്ചു. അല്ല, ഞാന് പഠിച്ചോണ്ട് അത്യാവശ്യം ഇവന്റ്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. അപ്പൊ എന്റെ ഫാമിലി എന്നോട് പറഞ്ഞു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഫാമിലി എനിക്കൊരു ആളെ കണ്ടുപിടിച്ച് തന്നു. പക്ഷെ ആ ടൈമിൽ ഞങ്ങൾക്ക് ജ്യോതിഷം ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വന്ന് കല്യാണം കഴിച്ചു. പക്ഷെ ഞാനൊരു ഡൗറിയുടെ വിക്ടിം ആണ്. എനിക്കൊരു കുഞ്ഞുണ്ട്, മോളോടെ ഇരിപ്പുണ്ട്. സാരംഗി ഇപ്പൊ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പൊ എന്നെ പോലെ ഒരുപാട് പുറത്ത് പറയാൻ പറ്റാത്തതായിട്ടുള്ള കുറെ ധൈര്യമില്ലാത്ത ഒരുപാട് ആൾക്കാര് ഇതിങ്ങനെ അനുഭവിച്ചിട്ട് ഫാമിലി ആയതുകൊണ്ട് മാത്രം കടിച്ചു പിടിച്ചു പോകുന്നു. അവരോട് എന്താ പറയാനുള്ള? അങ്ങനെ സഹിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ഒരു വലിയ സംഭവം അല്ല. കാരണം ഞാനിത് അനുഭവിച്ചതിന് ശേഷം എന്നെ പോലെ അനുഭവിക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കണം. എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞോളൂ, എന്നെ ഇങ്ങനെ തളർത്തരുത്. ഇവന്റെ മുന്നിൽ അത് പറയുന്നത് ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ നല്ല ലൈഫ് അതെ 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 100 പേരിൽ എത്ര പേർക്ക് എന്നുള്ളത് ഒരു റേഷ്യോ ഉണ്ട്. അത് എല്ലാവർക്കും ഒരുപോലെ ആവണം. ഭാര്യ സൂപ്പർ അല്ലേ? അതാണ് പറഞ്ഞത്. കെട്ടിയ കുട്ടികളെയും ഭാര്യയും ഒക്കെ അന്തസ്സായിട്ട് നോക്കുന്ന നല്ല ആൾക്കാരുണ്ട്. എല്ലാ മംഗളങ്ങളും നേരിടും. അല്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ LLB പഠിച്ചതും. LLB പഠിച്ചിട്ട് എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ലേഡീസിന് വേണ്ടിയിട്ട് ലീഗൽ അഡ്വൈസ് കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ LLBക്ക് ജോയിൻ ചെയ്തത്. ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫൈനൽ ഇയർ ആണ്. പഠിച്ച് പാസ്സായി വക്കീലായിട്ട് ശരിക്കും ദിവ്യയോട് ഒരു മതിപ്പും ബഹുമാനം കൂടിയത്. ഓക്കെ, എന്റെ പേര് രേഷ്മ. ഞാൻ NSS കോളേജില് ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആണ്. വീട്ട് നമ്മുടെ ആറ്റുകാലാണ്. നടയെന്നാണ് ഞാൻ വരുന്നത്. പേരെന്താ പറഞ്ഞ? രേഷ്മ. രേഷ്മയെ കുറിച്ച് ഞാൻ ഒരു കഥ കേട്ടായിരുന്നു കേട്ടോ. ഒരു കാര്യമില്ല, ഒരു തേപ്പ് കഥയുണ്ട്. അതായത് കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ നമ്മുടെ വക്കീലിന് ജോലിയായനെ. അമ്മാതിരി ഒരു തേപ്പ് കിട്ടിയിട്ട് ആ തേപ്പ് കാരണം എന്തായി പറ, ഞങ്ങൾ കേക്കട്ടെ. കൊച്ചു നിന്ന് അങ്ങോട്ട് അല്ല പറ, അത് ഞങ്ങൾ കേൾക്കണം. ആ തേപ്പ് കാരണം ഞാനിപ്പം ലൈഫിലോട്ട് വീണ്ടും മൂവ് ഓൺ ചെയ്യാണ്. എന്റെ സ്പോർട്സ് ഒക്കെ ആ ഒരു റിലേഷന് വേണ്ടി ഏത് ലെവൽ വരെ പോയി? 2022 ട്രിവാൻഡ്രം പ്ലെയർ ആണ്. ഒരു സ്റ്റേറ്റ് ലെവൽ ഹാൻഡ്ബോൾ പ്ലെയർ ആണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ 1 ഇയർ ആയിട്ട് ബാക്ക് എടുത്ത് നിൽക്കായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം പൊട്ടിച്ച് മുന്നോട്ട് പോവാണ്. പൊട്ടിച്ചെറിഞ്ഞ് മുന്നോട്ട് ഫാമിലിയെ നോക്കുക, മൂവ് ഓൺ ചെയ്യുക, സ്പോർട്സിൽ വീണ്ടും കയറുക. അടിപൊളി, കേറിവാ. അങ്ങനെ ഈ തേപ്പിന്റെ കഥ കേട്ടുകൊണ്ട് ആദ്യത്തെ ലെവലിൽ തേപ്പ് പെട്ടിയും സമ്മാനമായി ലഭിക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം എയർ ഫ്രയറും ഉണ്ട്. 5000 രൂപ വില മതിക്കുന്ന ലെവൽ 1ലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ കാല് വെക്കാൻ പോവുകയാണ്. Yes, this is my future arch carry. ലെവൽ 1 എന്താണെന്ന് നോക്കാം. ബാക്കിനകത്തുള്ള ടിഷ്യൂ ബോക്സ് കണ്ടല്ലോ. ഇതിനകത്ത് 10 ബോൾസ് ഉണ്ട്. അത് ബെല്ലി ഡാൻസ് കളിച്ച് പുറത്തേക്ക് കൈ ഉപയോഗിച്ച് കൈ ഉപയോഗിക്കാതെ എടുത്ത് കളയാനൊന്നും പാടില്ല. ഈ സമയം കഴിയുമ്പോഴത്തേക്ക് 60 സെക്കൻഡ് സമയം കഴിയുമ്പോൾ ആരുടെ ടിഷ്യൂ ബോക്സിലാണ് ഏറ്റവും കുറവ് ബോളുകൾ ഉള്ളത് അവരായിരിക്കും ജയിക്കാൻ പോകുന്നത്. Your time starts now. എന്റെ പൊന്നു ഇന്ന് ചാടാ. കുറച്ചുകൂടെ ഒരെണ്ണം കൂടെ ഉള്ളൂ. 5, 4, 3, 2, 1. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്റെ ടീമിൽ നമ്മുടെ രേഷ്മ ബാക്കി വെച്ചിരിക്കുന്നത് വെറും ഒരു ബോളും മാത്രം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നത്
ഒരു ബോൾ മാത്രം ടൈ അടിച്ചു കയറി വാട ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മത്സരം ടൈ ആവും. ഒരു ടൈ ആവുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഒരു 3 ബോൾ കൂടെ ഇട്ട് തരാം. ഒരു 30 സെക്കൻഡ് ടൈം കൂടെ തരും. Your time starts now. 2 ഒന്നും കൂടെ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട എന്റെയും ഉമ്മച്ചേച്ചിയുടെയും നിങ്ങളുടെ എല്ലാം ടീമായ രേഷ്മ ഇതാ വിജയിച്ച് എയർ ഫ്രയറും തേപ്പോട്ടിയും 5000 രൂപ സമ്മാനം നേടിയിരിക്കുകയാണ്. ഈ ഹേമയ്ക്ക് ഈ ചാരുലത അമ്മാവനെ കാണുന്നോണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എന്താ ഇത്ര പ്രശ്നം? എന്താ ചാരുവിന്റെ അമ്മാവനെ ആ കാണുന്നത് കൊച്ചൊന്ന് അമ്മാവനെ കണ്ടിട്ട് പോട്ടെ. അതിനെന്താ അമ്മായി സമ്മതിക്കാതിരിക്കുന്നത്? അതെ. പാവല്ലേ? ഇത് വെറുതെ വന്ന് കണ്ടിട്ട് പോണെങ്കിൽ കുഴപ്പമില്ല. ആ എന്റെ ഭർത്താവ് എനിക്കും എന്റെ കുടുംബത്തിനുമാണ് പ്രയോറിറ്റി തരേണ്ടതും കൂടുതൽ സ്നേഹിക്കേണ്ടതും. ആ. അത് ഞങ്ങളുടെ ജന്മ അവകാശമാണ്. ഓക്കെ, ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ള സ്ഥാനമേ മറ്റുള്ളവർക്കുള്ളൂ. അത് ഏതൊരു ഭാര്യയുടെയും കൃത്യമായ ആഗ്രഹമാണ്, അവകാശമാണ്. അല്ലെന്ന് പറയട്ടെ. ചാരുലതയ്ക്ക് എന്താ പറയാനുള്ളത്? ചാരുലത പറയൂ. അങ്ങനെയല്ല, ആക്ച്വലി എന്റെ അമ്മ മരിച്ചുപോയി. അപ്പൊ അതുകൊണ്ടാണ് പാവം അമ്മ. അമ്മയില്ലാത്ത എന്റെ കൊച്ചിന് മാമ സ്നേഹം തരട്ടെ, മാം. നീ പോടാ. നീ നിന്റെ അമ്മായിക്ക് കൊടുത്താ നീ സ്നേഹം. അമ്മ ഇല്ലാത്ത കാരണം മാമൻ കുറച്ച് ലാളിച്ച് വളർത്തിയിട്ടുണ്ട്. കുറച്ച് സ്നേഹം കൂടുതൽ തരുന്നുണ്ട്. പക്ഷെ മാമ എല്ലാവർക്കും ഒരുപോലെയാണ് സ്നേഹം കൊടുക്കുന്നത്. പക്ഷെ അത് അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. കാര്യം പറയാം, കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനി ആ വീട്ടിലോട്ടൊന്നും പോകണ്ട. ഇനി ആ വീട്ടിലോട്ട് പോകണ്ട. നേരെ ഈ എങ്ങോട്ട് വളവ് തിരിഞ്ഞ എന്റെ വീടാ. രണ്ടാമത്തെ ലെവലിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാൻ പോകുന്നത് 10,000 രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ 5,000 രൂപയുടെ സമ്മാനങ്ങളും ഇനി ജയിച്ച ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ ടോട്ടൽ 15,000 രൂപയുടെ സമ്മാനങ്ങളാണ് ലെവൽ 2-ൽ കിട്ടാൻ പോകുന്നത്. Yes. അതിനൊരു പേരും കൂടെ ഉണ്ട്. പോകണോ വേണ്ടയോ? ദിവ്യക്ക് ഉള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ദിവ്യ ഈ റൗണ്ടിലൂടെ തോറ്റു കഴിഞ്ഞാല് ദിവ്യ ചിലപ്പോൾ എലിമിനേറ്റ് ചെയ്യപ്പെടാം. പുതിയ ആൾക്കാർക്ക് അവസരം കിട്ടാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ് ആണ് തീരുമാനിക്കുന്നത് ദിവ്യ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. അത് നമ്മൾ തോറ്റാലേ ഉള്ളൂ. പക്ഷെ നമ്മൾ ജയിച്ചാൽ ആ പ്രശ്നമില്ല. ദിവ്യയെ വേണമെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാൻ സമ്മാനങ്ങൾ പറഞ്ഞുതരാം. വാട്ടർ പ്യൂരിഫയർ, ആ കെറ്റിൽ, ആ കിടിലോ ഒരു മിക്സി, ഈ 3 സാധനം കൂടെ കിട്ടാൻ അപ്പൊ പോണ. ദിവ്യക്ക് എൻ്റെ ഊർജ്ജം കൂടെ കൂടും. ഇവിടെയുണ്ട്. അതിന്റെ കൂടെ ഈ എയർ ഫ്രയറും ഈ തേപ്പൂട്ടി Yes. കേട്ടോ. അതായത് ഇവിടെ ഒരു ഷർട്ട് ഉണ്ട്, ഇവിടെ ഒരു ബലൂൺ ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഷർട്ട് ധരിക്കണം. സിമ്പിൾ പരിപാടിയാണ്. ഈ ഷർട്ട് എടുത്തിടുക, അതിലെ ബട്ടൺസ് ഒക്കെ ഇടുക. പിന്നെ എന്തിനാ ഈ അത്രേ balloon? ഉള്ളൂ. അതാണ് ഇതിലെ ട്വിസ്റ്റ്. അതായത് നമ്മളിങ്ങനെ നിന്നിട്ട് ഈ ബലൂൺ ഇങ്ങനെ തട്ടിക്കൊണ്ട് ഈ ഷർട്ട് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് അപ്പൊ ബലൂൺ വീണു പോയാലോ? ഇത് ബലൂൺ വീണുപോയാൽ അപ്പ ഔട്ട് ആവും. 60 സെക്കൻഡ് കഴിയുമ്പോ ആരുടെ ഷർട്ടിലാണ് ഏറ്റവും കൂടുതൽ ബട്ടൺസ് ഇട്ടിട്ടുള്ളത് അവരായിരിക്കും വിജയിക്കുന്നത്. മത്സരം ആരംഭിക്കുന്നു. Your time starts now. അടിച്ചോ. തലക്കടിക്കരുത്. താഴെ പോയ ഔട്ടാണ്. അയ്യോ അയ്യോ കയറരുത്. ആ സൂപ്പർ സൂപ്പർ അടിപൊളി. ആ വാ വാ വാ. ഷർട്ട് ഇട്ടോ, ബട്ടൺസ് ഇട്ടോളൂ. രേഷ്മ, ഷർട്ട് ഇട്ടോ. നാട്ടുകാര് ഓടി വരുന്നു. ബട്ടൺസ് ഇടണം. ബട്ടൺസ് ഇടണം. ഒരു ബട്ടൺസ് എങ്കിലും ഇടൂ ആരെങ്കിലും പ്ലീസ്. ഒരു ബട്ടൺസ് ഒന്ന്. 4 ഒരു ബട്ടൺസ്. 3 2 1 0. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിമനോഹരമായി ഷർട്ട് ഇട്ടുകൊണ്ട് ജയിച്ചിരിക്കുകയാണ് ദിവ്യ. 15,000 രൂപയുടെ സമ്മാനങ്ങൾ കയ്യറ വേട്ടവളിയ ഞങ്ങൾക്കുള്ളത്. അതും നേടിക്കൊണ്ട് ദിവ്യ മുന്നോട്ട് പോകണം. നന്നായിട്ടൊന്ന് കൈയടിച്ച ഈ സൈഡ്. കമോൺ. KSFയുടെ ഹാർമോണി ചിട്ടികൾ നടക്കുന്നുണ്ട്. അതിൽ പോയി ജോയിൻ ചെയ്യുക. ആദ്യം ജോയിൻ ചെയ്യുന്ന 100 പേർക്ക് ബമ്പർ സമ്മാനമായി ഒരു സിംഗപ്പൂർ യാത്ര സമ്മാനമായി ലഭിക്കും. കേട്ടോ, പോയി ചേരണം കേട്ടാ. ഇനിയിപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സമ്മാനം വേണ്ടേ? ഇവർക്കൊക്കെ വേണ്ടി സമ്മാനത്തിനായിട്ട് നമ്മുടെ ഒരു കിടക്കാച്ചി ചോദ്യമുണ്ട്. സൂര്യ ടിവിയുടെ ഏറ്റവും പ്രിയങ്കരമായ സീരിയലായ പ്രേം പൂജയിലെ ആദിയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ പേര് എന്താണ്? ആൻസർ ചെയ്യുന്നവര് കൈ പൊക്കിയാ മതി. എന്തോ കാണുന്നതാണോ? പറഞ്ഞു. ആര് പറഞ്ഞു? അദ്ദേഹം തന്നെ വാ വാ ഓടി വാ. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിക്ക് കിട്ടുകയാണ് ഫാം ഹൗസിന്റെ മിൽക്ക് ആൻഡ് കേർഡ്. ഭാവന സീരിയലിലെ ഭാവനയ്ക്ക് എത്ര സഹോദരന്മാരുണ്ട്? ഒരു കുഞ്ഞു പൈതല് വന്നു. വാ. 4 കറക്റ്റ് ആൻസർ ആണ്. ആരാ പറഞ്ഞു അമ്മ വരൂ. അമ്മ ആൻസർ പറയൂ. ഭാവനയ്ക്ക് എത്ര സഹോദരൻ? കൊച്ചു പിള്ളേരാ. കറക്റ്റ് ആൻസർ. നല്ലൊരു കൈയടി കൊടുക്കാം. കമോൺ. ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന നല്ലൊരു സമ്മാനം.
ചാരുലത ഇത്രയും ക്രൂരത കാണിച്ചിട്ട് എന്തെങ്കിലും ഈ അമ്മായിയോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. വൈ നോട്ട്? യു ആർ എ പാവം ഗേൾ. അതെ, പക്ഷെ അമ്മായിക്ക് എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കാരണമാണ് എന്റെ അടുത്ത് ദേഷ്യം. പിന്നെ ചാരുവിന് എല്ലാരും ഇഷ്ടമാണ്. ഒരു 2 വാക്ക് പറഞ്ഞു അമ്മായിയെ കുറിച്ച്, ഒരു 2 വാക്ക് പറഞ്ഞത്. അമ്മായിനെ കുറിച്ച് അമ്മായിയെ കുറിച്ച് പറയുന്നതിനേക്കാൾ എനിക്ക് ഉമ്മച്ചേച്ചിയെ കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അതാണ് കൊള്ളാം. അത് വേണോടാ, അത് വേണം, അത് വേണം. ഈ നാട്ടുകാരെ അറിയട്ടെ ചേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം. ഭയങ്കര സ്വീറ്റ് ആണ്. ഉമ്മച്ചേച്ചി സ്വീറ്റാ. അതെ, എന്ത് നല്ല ജിലേബി ലഡു പോലെ ഉണ്ടായിരിക്കണത് അല്ലേ? അല്ല ഈ തള്ളും പുളു ഒന്നും കേൾക്കാനുള്ള ശക്തി നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സീരിയലിൽ വന്ന് 10 ദിവസം അഭിനയിച്ചിട്ട് വേണം ബാക്കി വർത്തമാനം പറയാൻ. ഇവിടെ ഷോയിൽ 1/2 മണിക്കൂർ നിന്ന് വർത്തമാനം പറയാൻ ഇവിടെ മുട്ടുകുത്തിയിരുത്തി. അപ്പൊ നമുക്ക് അടുത്ത ലെവൽ മത്സരത്തിലേക്ക് പോകാം. ലെവൽ 3-ലെ 15,000 രൂപ വിലമതിപ്പുള്ള വാഷിംഗ് മെഷീന് വേണ്ടിയുള്ള മത്സരം ഇതാ തുടങ്ങാൻ പോവുകയാണ്. സെറ്റപ്പ് കണ്ടിട്ട് എന്തെങ്കിലും ഗസ് ചെയ്യുന്നുണ്ടോ? ഐഡിയ കിട്ടുന്നുണ്ടോ? എനിക്കെല്ലാം മനസ്സിലായി. ഒന്നുമില്ല, ഈ സ്ട്രോ ഉപയോഗിക്കുക, ഇതിൽ നിന്നും ജ്യൂസ് എടുത്ത് ഇതിലേക്ക് നിറയ്ക്കുക. 60 സെക്കൻഡ് സമയത്തിൽ ഏറ്റവും കൂടുതൽ നിറയ്ക്കുന്ന ആരാണോ അവർ ജയിക്കും. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിപ്പോ നിറയൂടാ. ഇത് ഏത് ബൗളിലായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിപ്പോ നിറയൂടാ. ഈ ഗപ്പി മീൻ എവിടെയാ കിട്ടിയത്? ഞാൻ കിട്ടി, ഞാൻ അയ്യോ ഇത് ഏതാണ്? അയ്യോ ആരുടെ വെളിയിൽ പോണത്? ആദ്യം തുളുമ്പുന്നത് എവിടെയാണ്? തുളുമ്പുന്നത് വീണ്ടും മത്സരത്തിൽ വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 30,000 രൂപയുടെ സമ്മാനമായിട്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണ് ദിവ്യ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കൈയടി. അങ്ങനെ പ്രിയപ്പെട്ട ഓഡിയൻസിനുള്ള സമ്മാനം കൊടുക്കാനുള്ള ഒരു ലക്കി ഡ്രോ ആണ് ഇവിടെ എത്താൻ പോകുന്നത്. സാരംഗി മയൂഖ്. സാരംഗി മയൂഖ്, ഓടി വാ. സാരംഗി മയൂഖ്, സാരംഗി മയൂഖ് ആരാ? ദിവ്യയുടെ മോളാ. അമ്മ തന്നെ സമ്മാനമായി കൊടുക്കും. ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഒരു ഗിഫ്റ്റ് നമ്പർ ആണ് ഈസ്റ്റേൺ 5 മിനിറ്റ്സ് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ. ഈ കവറിലുണ്ട്, രണ്ടുപേരും ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ പോകാൻ പോകുന്ന ഒരു ജാക്ക്പോട്ട് റൗണ്ടിലേക്കാണ്. ഈ ജാക്ക്പോട്ട് ഒരു ഭാഗ്യ പരീക്ഷണമാണ്. 2 കുടം തൂക്കിയിടും. ആ ഒരു കുടത്തിനുള്ളിൽ ചിലപ്പോ ഇപ്പൊ നേടിയ 30,000 രൂപയുടെ സമ്മാനങ്ങളായിരിക്കും. മറ്റേ കുടത്തിനകത്ത് ഒന്നും ഉണ്ടാവില്ല. അത് അടിച്ച് പൊട്ടിക്കേണ്ടത് ദിവ്യയാണ്. അതിനകത്ത് നിന്ന് ലഭിക്കുന്ന 30,000 രൂപയുടെ സമ്മാനങ്ങളാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കുന്നു, നമുക്കത് കൊണ്ടുപോകാം. പക്ഷെ അല്ല, ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ സമ്മാനങ്ങളെല്ലാം പോകുന്നത് രേഷ്മയ്ക്കായിരിക്കും. ഇതിൽ ഇഷ്ടമുള്ളത് ദിവ്യക്ക് അടിക്കാം. ദിവ്യ ആരെ കൊണ്ട് അടുപ്പിക്കുന്നേ? ക്രിസ്റ്റേന്ദുവാണ് അടിച്ച് പൊട്ടിക്കേണ്ടത് കേട്ടാ. ഏതാ പൊട്ടിക്കേണ്ടത് പറഞ്ഞു. ഓഡിയൻസിന്റെ അഭിപ്രായം ചോദിക്കണം. ചോദിച്ചോ ഓഡിയൻസ് ഏത് പൊട്ടിക്കണോ? ഏതാ? ഇതാണോ? ഏതാ? ഇത് ഇതില് ഞാൻ മാത്രമായിട്ട് ഭാഗ്യം പരീക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് രേഷ്മയും കൂടെ കൊണ്ടുപോയി ലെവൽ ആരാണ് ജയിച്ചിരിക്കുന്നത് അറിയാൻ ഇതാ മുട്ട തുറന്നിരിക്കുകയാണ്. അടിച്ചു കയറിവയുടെ സംഭവ ബഹുലമായ ജാക്ക്പോട്ട് റൗണ്ടും എന്റെ ദിവ്യ അടിച്ചിരിക്കുകയാണ്. അടിച്ചു മോനെ. വാഷിംഗ് മെഷീൻ ഉണ്ട്, വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, മിക്സി ഉണ്ട്, കെറ്റിലുണ്ട്, എയർ ഫ്രയർ ഉണ്ട്, തേപ്പെട്ടിയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പക്ഷെ മോളെ ഒരു കുഴപ്പമുണ്ട് മോളെ. അതായത് നമ്മൾ നാളെ കളിക്കാൻ പോണ ലെവൽ 4 റൗണ്ട് ഒരു നോക്കൌട്ട് റൗണ്ടാണ്. അവിടെ ഭാഗ്യവും പരിപാടികളൊന്നുമില്ല. ആരാണ് ജയിക്കുന്നത് അവർക്ക് മാത്രമേ നിൽക്കാൻ പറ്റൂ. അടുത്തയാൾ അപ്പോ ആ റൗണ്ടിൽ അവിടെ വെച്ച് എലിമിനേറ്റഡ് ആവുകയാണ്. ലെവൽ 4ലേക്ക് എന്തായാലും രേഷ്മ പോയി, രേഷ്മ എത്തി. ഇനി അതില് രേഷ്മ ഔട്ടായാൽ രേഷ്മ എലിമിനേറ്റ് ആവുകയാണ്. ഇടാ സ്റ്റേറ്റ് ഹാൻഡ്ബോൾ പ്ലെയർ ആണ്. അങ്ങനെ ഇങ്ങനെയൊന്നും തളരുന്ന മുതലല്ല അല്ലേ? അഥവാ ദിവ്യ ഔട്ടായാൽ
ദിവ്യയും എലിമിനേറ്റ് ആയിട്ട് ഈ ഗിഫ്റ്റ് എല്ലാം കൂടെ രേഷ്മയ്ക്കും കിട്ടും. യെസ്, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നാളെ ഇതിൽ ആർക്കായിരിക്കും ആ 4ാം ലെവൽ കഴിഞ്ഞ 1,05,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ കിട്ടാൻ പോകുന്നതെന്ന്. അപ്പോ ഇത് ആരാണ് അടുത്ത ലെവലിൽ മത്സരിച്ച് ഇനി മുമ്പോട്ട് പോകുന്നത് എന്നറിയാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഞങ്ങൾ തിരിച്ചു വരും നാളെ വൈകുന്നേരം 6 മണിക്ക് നമ്മളുടെ സ്വന്തം സൂര്യ ടിവിയിൽ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറിവ, കോ ബ്രാൻഡഡ് ബൈ KSFE ആർമണി ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ട്ണർ ISSD. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. ആൻഡ് ഹാപ്പി because